ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. Chennai Samartha Group of Institution, India's Gold Medal College, 25,000 students placed so far. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസെന്റ് ആയിട്ട് ലാൻഡ് ചെയ്ത ഒരാളാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അർജുൻ. ലവ് ലെറ്റേഴ്സ്, മെസ്സേജസ്, കോൾസ്. എന്റെ ദൈവം, ഇനി ഇത്രയും അധികം നിന്റെ ലൈഫിൽ ഇങ്ങനെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ നിനക്ക്? അതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് മറ്റേ നോറ. ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ സംസാരിച്ചു. അർജുൻ ശ്യാം ഗോപാൽ. ഞാൻ അവനെ കളിയാക്കാനാണ് ഞാൻ അവിടെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാറില്ല. എനിക്കിപ്പോഴും ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് കംഫർട്ട് തോന്നും. കാരണം അവിടുത്തെ ആൾക്കാരെ കാണുമ്പോഴാണ് കംഫർട്ട് തോന്നും. എനിക്ക് വേറെ ആൾക്കാരെ കാണുമ്പോ അറിയില്ല. ഇപ്പൊ നിന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. നിന്നെ അവിടെ കണ്ട പേഴ്സണല്ല ഞാൻ. ആൾക്കാരെ കൈ പിടിച്ചു പോയിട്ട് എന്റെ ഒരു ഗാർഡിയനെ പോലെ അവിടെ നിന്ന് ഇറങ്ങിയ ഓരോ മൊമെന്റും. എനിക്ക് ആ മൊമെന്റ് പുള്ളി കൈ പിടിച്ച മൊമെന്റ്, കൈ മുറുക്കൊരു പിടുത്തമുണ്ട്. ആ മൊമെന്റ് ആണ് എനിക്ക് ഇഷ്ടം. കൂടെ നിൽക്കാൻ പറ്റി. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD. യെസ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ മുന്നേ കണ്ടുള്ള പ്രോഗ്രാമാണ് അനദർ ബ്യൂട്ടിഫുൾ കൊച്ചിൻ ഡ്രൈവ്. അപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ ഈ ഒരു കൊച്ചിൻ ഡ്രൈവിൽ കൊച്ചിയിൽ ആദ്യം ഇപ്പം റീസെന്റ് ആയിട്ട് ലാൻഡ് ചെയ്ത ഒരാളാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അർജുൻ. ബിഗ് ബോസ് വിളിക്കുന്ന പോലെയാണെങ്കിൽ അർജുൻ അങ്ങനെ വിളിക്കേണ്ടി വരും. ഐ ആം സോ ഹാപ്പി ഫോർ യു അർജുൻ, ബിക്കോസ് കുറേ ഡ്രീംസ് ആയിട്ട് ഒരാൾ അതിനകത്ത് കയറുന്നു. എനിക്ക് തോന്നുന്നു അർജുനാണ് ഈ ഹൗസിനകത്ത് കുറച്ചുകൂടെ ഭയങ്കര ചാലഞ്ച് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായേ. പക്ഷെ ആ 100 days എന്നുള്ളൊരു ടാസ്ക് നമ്മുടെ അർജുൻ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരിക്കണം. Okay, so how do you feel, Arjun? എപ്പോഴും I feel proud. I'm very happy. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ക്രൗഡും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരെയും കാണുന്നു. സെൽഫി എടുക്കാൻ വരുന്നു, അർജുൻ വിളിക്കുന്നു. ഇത് ഇമാജിൻ ബിഗ് ബോസ് വരണം, പെർഫോം ചെയ്യണം, മൂവി, അതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഐ നെവർ ഡ്രീംഡ് അബൌട്ട് ഫാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നെവർ എക്സ്പെക്റ്റഡ്. സോ അതിങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും ആൾക്കാർ അർജുൻ പേര് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് അവരെ അറിയത്തുമില്ല, പക്ഷെ എന്നെ അറിയുകയും ചെയ്യും. ആ ഒരു മൊമെന്റ് ഉണ്ട്. അത് ഭയങ്കര എയർപോർട്ടിൽ വന്നപ്പോഴാണെങ്കിലും I'm so happy. അതെ, സത്യം പറഞ്ഞ ഇവർ ഇപ്പൊ ഇതിന് ഷൂട്ടിംഗ് ഡീസന്റ് അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഹൗസിനകത്ത് ഞാനാണ് ഇവർ ഏറ്റവും കൂടുതൽ കളിയാക്കാറ്. മീൻസ് ഞാൻ അല്ലാണ്ട് ഞാൻ അവരോട് സംസാരിക്കാറില്ല. എന്നാ 10 എന്നെ പറയും ഇവനൊന്ന് ഹൈറ്റില്, ഞാൻ ഓക്കെ. ഞാൻ അവനെ കളിയാക്കാനാണ് ഞാൻ അവിടെ പ്രത്യേകിച്ചൊന്നും ഇവനോട് സംസാരിക്കാറില്ല. അപ്പം അതിനകത്ത് എന്താണ് അർജുൻ, ആ പരിപാടിയൊക്കെ നമുക്ക് എല്ലാം അറിയാം. A to Z അർജുൻ എന്താണ്, അർജുൻ ഇമോഷൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എല്ലാം നമുക്കറിയാം. പക്ഷെ മുന്നേ ഉണ്ടായിരുന്ന അർജുൻ എന്ന് പറയുമ്പം ഇപ്പൊ ഇത്രയും ആ ഹൗസിനകത്ത് വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കുറെ മാറ്റങ്ങൾ വരും. കാരണം എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അർജുന് കുറച്ചൊരു മീ സ്പേസ് ആണെങ്കിൽ മീ ടൈം വേണം എന്നൊക്കെ ഉള്ള ഒരു സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്തൊരു ഡിഫറൻസ് തോന്നി? പുറത്തിറങ്ങി വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. വണ്ടികൾ കാണുമ്പോഴും അല്ലെങ്കിൽ പുറം ലോകം കാണുമ്പോഴും അവിടെ 3 മാസം ഒരു പ്ലാനറ്റ്, ഡിഫറെന്റ് പ്ലാനറ്റ്. അപ്പൊ പുറത്തേക്ക് വരുമ്പോ ആൾക്കാർ വേറെ ഏലിയൻസിന് പോലെ ഫീൽ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് വണ്ടി പോകുന്നു, സൗണ്ട് കേൾക്കുന്നു, ഫോൺ കാണുന്നു. നമുക്കറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ പാട്ട് പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബന്ധമില്ലാത്ത സിനിമ പാട്ട് പോസ്റ്റേഴ്സ് കാണുന്നു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അറ്റ് എ ടൈം ഞാൻ ആ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കാരണം എന്താ പറയുക, നമ്മളൊരു 3 months, ഇപ്പൊ ഞാൻ 2 weeks ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ അപ്പൊ ഇറങ്ങിയപ്പോൾ ഒരു ഫീൽ എന്താന്ന് എനിക്കറിയാം. അപ്പൊ ഈ 100 days അതിനകത്ത് നിന്ന് ഈച്ച് ആൻഡ് എവറി നമ്മളെ അതിനോട് ഭയങ്കര കണക്ട് ആവും. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ലോഡ് ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ തലയിൽ വരണേ. പക്ഷെ ഇത് എന്തെടുക്കണം, എന്താക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് തോന്നി. കുറെ പേര് എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ അവര് ചിരിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് ചിരിയും വരുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് കുറച്ച് മീ ടൈം, ഒരു സെൽഫ് ഹീലിംഗ് എന്നൊരു പ്രോസസ് ഉണ്ടല്ലോ. നമ്മൾ അതിറങ്ങിയ ഹാപ്പിയാണ്, ബിഗ് ബോസ് ഹാപ്പിയാണ്, എനിക്ക് അതിൽ ജേർണി ഹാപ്പിയാണ്, ഓൾ ഹാപ്പിയാണ്. പക്ഷെ അതിന് ഇറങ്ങിയതൊരു ഹാങ് ഓവർ ഉണ്ട്. 3 months നിന്നൊരു ഹാങ് ഓവർ ഉണ്ട്.
പിന്നെ അവിടുത്തെ മൊമെന്റ്സ് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ളപ്പം അർജുൻ ഭയങ്കര ഒരു സർവൈവൽ ഒരു പരിപാടിയുള്ള ഒരാളാണെന്ന് നമുക്കറിയാം. ഒബ്വിയസ്ലി നമ്മൾ പേഴ്സണലി സംസാരിക്കുകയാണെങ്കിലും അർജുന്റെ കുറെ കഥകൾ കേൾക്കുമ്പോഴും അർജുന്റെ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോഴും ഒരുപാട് സർവൈവ് ചെയ്ത് ലൈക്ക് ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന് വരെ നിൽക്കുന്നു. ഏറ്റവും ടഫസ്റ്റ് ഒരു സർവൈവൽ പരിപാടി ഏതായിരുന്നു വെച്ചാൽ ഏതായിരിക്കും? ബിഗ് ബോസിനുള്ളിലോ? ബിഗ് ബോസ് അല്ല, ടോട്ടൽ ലൈഫില് സർവൈവ് എവരിഡേ സർവൈവിങ് എനിക്ക്. ഇത് പറയരുത് അങ്ങനെ എന്നാ സാധനം റൂട്ടോടെ അങ്ങനെ. ഓക്കെ, അതെനിക്ക് ഇത് മാത്രമേ അറിയുള്ളൂ. പറയാം. അപ്പൊ ഈ നിനക്ക് ഭയങ്കര ഞാൻ സർവൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പരിപാടി ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് എന്റെ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്താണ് എനിക്ക് ഒരു മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ എനിക്ക് ഒരു കുറെ മാസം എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. മുമ്പോട്ട് പുഷ് ചെയ്യാൻ ഭയങ്കര അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പലരും പല ഒപ്പീനിയൻസ് പറയുന്നു, പല രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ ഒരു സമയത്ത് എനിക്ക് അതിന് സർവൈവൽ അല്ല. ആ മൊമെന്റ് എനിക്ക് ആ ഒരു ടൈം സർവൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് ലൈഫിൽ സ്റ്റിൽ എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അതിനിപ്പോൾ ബോധമല്ല. ഇപ്പം ഫൈൻ, അതിപ്പോ ഗോ വിത്ത് ഫ്ലോ എന്നുള്ളതാണ്. നമുക്ക് അതിലിപ്പോ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെ, പക്ഷെ എന്നാലും ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു യു ഓൾസോ ആ ഒരു സാധനം വേണമെന്നില്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും അർജുൻ ഹൗസിനകത്ത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് പീസ്ഫുൾ ആ ഒരു മൂടാണ് പിടിച്ചേ. പക്ഷെ ഞാൻ പ്രാവശ്യം വേണ്ട നിനക്ക് ഇറിറ്റേഷൻ ഒക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും നിന്റെ ഒരു ക്യാരക്ടർ ഐ മീൻ ദേഷ്യം വരുമ്പോഴും ഒക്കെ എങ്ങനെയാ? എനിക്ക് ദേഷ്യമൊക്കെ വരും ഒബ്വിയസ്ലി. ലൈക്ക് ഞാൻ അതിനകത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വരുത്തുന്ന പറഞ്ഞാൽ അതിലും വലുതും ലൈക്ക് കുറെ ഒക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. സോ അതിലെനിക്ക് വലിയ കാര്യം എനിക്ക് മാറ്റർ ആവാത്ത പോലെ തോന്നി. പക്ഷെ എൻ്റെ അടുത്ത് ആരും ഒന്നും അങ്ങനെ ട്രിഗർ ആക്കാൻ നിന്നിട്ടില്ല ആക്ച്വലി. പിന്നെ കൺട്രോളിലേക്ക് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട്. പുറത്താളും എൻ്റെ ജേർണലിൽ എനിക്ക് പേഷ്യൻസ് ഭയങ്കര ലൈക്ക് വാല്യുബിൾ ആയിരുന്നു. സോ അത് ഞാൻ ഇതിനകത്തും അതുപോലെ നോക്കി. അങ്ങനെ എനിക്ക് മാത്രം പൊട്ടാൻ മാത്രമായിട്ട് എനിക്കൊന്നും തോന്നി പ്രത്യേകിച്ച് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നെ മാത്രം അങ്ങനൊന്നും ആരും വന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സൺ അല്ല. അപ്പം ക്രിയേറ്റ് ചെയ്യാനും പോയില്ല, എൻ്റെ അടുത്ത് വന്നുമില്ല. ബട്ട് പൊട്ടേണ്ട ടൈമിൽ പൊട്ടണമെന്നുണ്ട്. പിന്നെ അവിടെ ബാത്റൂം ഉണ്ടല്ലോ, നമുക്ക് വേണം അവിടെ പോയി കരയാം. എന്റെ ഇമോഷൻസ് ഒക്കെ ബാത്റൂമിലായിരുന്നു. ഓക്കെ, സോ ഇപ്പൊ പുറത്തിറങ്ങിയപ്പം എത്രത്തോളം ഹാപ്പിയാണ് അർജുൻ? ലൈക്ക് ഹൗ സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി? ഹാപ്പി ഇൻ ദ സെൻസ് ഹാപ്പി ഇൻ ലൈക്ക് ഞാൻ അവിടെ ബിഗ് ബോസിൽ എൻട്രി ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ്സിന് കുറവൊന്നുമില്ല. സർപ്രൈസ്ഡ് ആണ് ആക്ച്വലി. ഇത്രയും പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത്രയും പേര് എന്നെ കാണാൻ വേണ്ടി എഫേർട്ട് ഇടുന്നു. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി, ലൈക്ക് ഹാപ്പിനെസിന്റെ പീക്കില്. പിന്നെ എനിക്ക് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല അതിനകത്ത്. ഞാനായിട്ട് നിന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ലൈക്ക് സന്തോഷം, ഇത്രയും പേര് എന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു കൊറേ പെൺപിള്ളേരെ അർജുനേ എന്ന് പറഞ്ഞ് നടക്കണ്ട്. അത് പറഞ്ഞപ്പോ ചിരി കണ്ട. ലവ് ലെറ്റേഴ്സ്, മെസ്സേജസ്, കോൾസ്. എന്റെ ദൈവം, ഇനി ഇത്രയും അധികം നിന്റെ ലൈഫിൽ ഇങ്ങനെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടോ നിനക്ക്? ഇത് പ്രപ്പോസൽസ് ആക്ച്വലി ഇതിലൊക്കെ എന്റെ ഗെയിം അല്ല എന്നെ കണ്ടിട്ടുള്ള ഗെയിം അല്ലെ ഞാൻ ചെയ്യുന്ന ആക്ട് കണ്ടിട്ട് എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു. ലൈക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയല്ല. ഇപ്പൊ എയർപോർട്ടിൽ വന്നപ്പോൾ കുറെ അമ്മമാരും വന്ന് തന്നെ ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ചു. കുറെ അങ്കിൾമാരും ഇഷ്ടപ്പെട്ടു. കൊച്ചു പിള്ളേർ വന്നു, അവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു. പിള്ളേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എന്റർടൈൻ ആയി തോന്നി. എല്ലാവരും എന്റർടൈൻ ചെയ്യുന്ന അറിയുമ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് മറ്റേ നോറ. അത് ഞാൻ മറക്കൂലേ. അതായത് പ്രീവിയസ് സീസണില് ഇതേപോലെ ഒരു കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതേപോലെ ഈ സീസണിൽ ഹിറ്റ് ആയിട്ടൊരു സാധനമായിരുന്നു മറ്റേ നോറ എന്നുള്ളത്. ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അർജുൻ? ലൈക്ക് സിനിമ കിട്ടി, ഐ ആം സോ ഹാപ്പി അർജുൻ. കാരണം അർജുൻ ആഗ്രഹിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ അത് അർജുൻ അവിടെ തന്നെ കിട്ടി. ഇനി എന്താണ് ഇന്ദ്രചൂടിന്റെ ഭാവി പരിപാടികൾ? എന്റെ ഭാവി പരിപാടി ഓഫ്കോഴ്സ് ഞാൻ എപ്പോഴും പറയാനുള്ള ഞാനൊരു മിഷൻ വെച്ച് ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. ബിഗ് ബോസ് എന്നൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അടുത്ത ഓഫ്കോഴ്സ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ബിക്കം ആൻ ആക്ടർ എന്നുള്ള സ്റ്റേജ്. അല്ല, എനിക്കൊരു വലിയ മോഡലാവണം. നമുക്കൊരു ഇപ്പം ആക്ടിങ്ങിനാണെങ്കിലും അവിടെ നിന്നാണ് നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. അപ്പം ഓഡിഷനൊക്കെ പോയി കിട്ടിയിട്ടില്ല. അല്ല, നമുക്കൊരു ലാഡർ കൊണ്ട് വെച്ചിട്ട് കയറി കാണാൻ മോനെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ല. അതിനൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഞാൻ നോക്കിയത്. അവിടെ വന്നിട്ട് ഞാൻ എന്താന്ന് കാണിക്കുക, എൻ്റെ ഉള്ള സ്കിൽ സെറ്റ് അത് കാണിക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് കയറും. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞു എനിക്ക് ഓഡിഷൻ വരുന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ കിട്ടി. എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു,
ആ മെസ്സേജ് കാണിച്ചതാ എനിക്ക് എന്റെ മോളില് അയച്ച മെസ്സേജ്. തപ്പണം ഞാനൊരു മിനിറ്റ്. ഹായ് സാർ മാം. അല്ലല്ല അത് വായിക്കും. ഓക്കെ, അപ്പം അർജുൻ ശ്യാം ഗോപാൽ ഗോപൻ എന്താ പറയാ, എത്രയാണ് 2021 എന്റെ മോൾ ഡിസംബറില് എന്റെ മോൾ ഷൈൻ അയച്ച മെസ്സേജ് അർജുൻ തന്നെ വായിക്കാം. ആ ഫീൽ, ആ ഒരു ഇമോഷണൽ വായിക്കട്ടോ. Hi sir or ma'am, I'm Arjun from Kerala. I'm a model and actor. It's been years I'm struggling to be in a position. It's my aim to be on Malayalam Big Boss season, and I have tried to share my profile but I didn't get the right source. Would you please share my details to contact the Kerala team? Thanking you, Arjun. അത് റിപ്ലൈ ചെയ്തില്ല. അവര് പറയുന്നത് കണ്ടോ, നിങ്ങൾ ഇത് കാണുക ലോകമേ. ഈ മെസ്സേജ് ഇതിനു മുമ്പ് ആക്ച്വലി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ 4 അറ്റൻഡ് ചെയ്യുന്നത്. സീസൺ 5 വേണ്ടി വേറെ കോണ്ടാക്ട് ടീം നമുക്ക് ഓരോ ക്രൂ മാറുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ നേരത്തെ ആൾക്കാരുടെ പ്രൊഫൈലിൽ നിന്നൊക്കെ സ്റ്റോക്ക് ചെയ്യും. നേരത്തെ സീസണിന്റെ ആൾക്കാർ അവരൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് ടീം ആരെന്നൊക്കെ ഇതൊക്കെ സോഴ്സ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇവിടെ എത്തി. എന്നിട്ട് അങ്ങനെ ആ 2021 മെസ്സേജ് ചെയ്ത അദ്ദേഹം 2024 ബിഗ് ബോസിൽ റണ്ണറപ്പായി, ഫസ്റ്റ് റണ്ണറപ്പ് അല്ലേ? നമുക്ക് ഭയങ്കര ഒരു മാതിരി ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരു സോണിലേക്ക് വന്ന പോലെ തോന്നുന്നുണ്ടോ? അതെ ഓക്കെ. ഇപ്പൊ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ, വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു വോണ്ട് ടു ഡു? എനിക്ക് എന്റെ മുറിയിൽ പോയി കുറച്ച് ഇരുന്ന് ഞാൻ ആ മുറിയിൽ ഇരുന്ന് കുറെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ മാനിഫെസ്റ്റ് ചെയ്തൊരു സ്ഥലമുണ്ട് എനിക്ക് അവിടെ എന്റെ മുറിയിൽ. അപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് എനിക്ക് അയവറക്കണം കുറെ കാര്യങ്ങള്. മിറർ ടാസ്ക് വന്നപ്പോ ഇതേപോലെ പറഞ്ഞു, ഞാൻ ഇതേപോലെ എന്റെ റൂമിൽ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഇതേപോലെ. എന്റെ റൂമിൽ ഒരു അലമാരുണ്ട്, ഞാൻ അതിൽ കെട്ടിപ്പിടിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ഈ മെറ്റീരിയൽ തിങ്സ് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യും. എന്റെ ബിഗ് ബോസിൽ കുറെ സാധനം ഇപ്പോഴും ഒബ്ജക്ട്സ് അല്ല, ടാസ്കിലെ സാധനങ്ങള് ഞാൻ കളക്ട് വെച്ചു. അതെല്ലാം വന്നിട്ടുണ്ട്, അവര് തിരിച്ചെടുത്തിട്ടില്ല. ഇപ്പം എന്റെ കുറെ ഫോട്ടോസ് ഉണ്ട്. ബിഗ് ബോസിലെ കുറെ മൊമെന്റ്സ് എന്റെ ഒരു തൂവലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, എടുത്തില്ല, അവര് തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട്. അപ്പം അർജുൻ കൊച്ചിയിൽ മുന്നേ എന്താ പറയാ മോഡലിംഗ് പരിപാടികൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബിഗ് ബോസ് വന്ന് ഇറങ്ങി വന്നപ്പോ അത്രയും ഒരു ആൾക്കാർ വന്നിട്ടുള്ളതും കൊച്ചിയിലാണ്. സോ വാട്ട് ഇസ് കൊച്ചി എന്ന് ചോദിക്കുമ്പോ എന്താ പറയും? കൊച്ചി ഇസ് an emotion for me. It's like പണ്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. ഇടുക്കിയിൽ നിന്നും കോട്ടയത്ത് നിന്നൊക്കെ ഞാൻ വരുമ്പോൾ കൊച്ചി എറണാകുളം സിറ്റി കാണുമ്പോൾ ഒരു രസമാണ്. കുറെ നല്ല വണ്ടികള് പോർഷ് സാധനങ്ങൾ കാണുമ്പോഴത്തേനും. അപ്പൊ എനിക്ക് ഇങ്ങോട്ടേക്ക് മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മോഡലിംഗ് ആണെങ്കിലും ഷോസ് ചെയ്യുമ്പോൾ ഞാൻ വരും, ഹായ് ബായ്. എനിക്ക് അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഷോ കഴിയുമ്പോഴും പരിപാടി കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകുന്നു, അല്ലാതെ ഇവിടെ വലിയ അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. അങ്ങനെ കൊച്ചിയിലേക്ക് മാറണം എന്ന് തോന്നിയ മോഡലിംഗ് കഴിഞ്ഞു എന്നുള്ള ഒരു ടൈം വന്നു. MBA കഴിയുമ്പോഴത്തേന് ജോലിക്ക് പോകണം എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്കിനും എനിക്കിവിടെ ജോലി കിട്ടിയായിരുന്നു. MG റോഡിൽ IT സെക്ടറിൽ HR ഞാൻ HR എക്സിക്യൂട്ടീവ് ആയിരുന്നു. അവിടെ അതിന് 6 months ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റൂം എടുക്കണമല്ലോ. അപ്പൊ ഞാൻ ചൂസ് ചെയ്ത് പനമ്പിളി എന്നൊക്കെ ഞാൻ ചൂസ് ചെയ്തു. അപ്പം അവിടെ എനിക്ക് കുറെ സെലിബ്രിറ്റീസ് വരും. ഒരു ഏരിയ ആണ്, ഒരു പോർഷ് ഏരിയ ആണ്. രാവിലെ ജോഗിങ്ങിന് ഇറങ്ങും. എന്തിനാണ് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിരുന്നത്? അങ്ങനെ എനിക്ക് അവിടെ റൂം കിട്ടി 6000 rupees ഒരു 1 BHK ഒന്നും അല്ല, ഒരു അടുക്കള മാത്രമേ ഉള്ളൂ. 6000 രൂപയ്ക്കോ? ഒരു വീടിന്റെ മേൽവശം ഒറ്റയ്ക്ക്. റൂം ഷെയറിങ് എനിക്ക് പറ്റില്ല. അപ്പൊ ഒറ്റയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഇവിടുത്തെ ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടൽ. അതാണ് മെയിൻ കാണാം. ഇന്നലെ അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറെ നേരം. അല്ലല്ല, അംബിസ്വാമി. ബിഗ് ബോസ് അല്ലല്ലേ. ഊട്ടുവരയിൽ ഞാൻ ഇടക്കിടക്ക് പോകാറുണ്ട്. അംബിസ്വാമി ഊട്ടുവരെ കുറെ സെലിബ്രിറ്റീസ് ചെയ്യുന്നതാണ്. പക്ഷെ ആ ഏരിയയിൽ കുറെ സെലിബ്രിറ്റീസ്. അപ്പം അങ്ങനെയൊക്കെ കയറാൻ പറ്റുന്നിടത്ത് നമ്മുടെ ലാസാറിന്റെ ഫ്രണ്ടിന്റെ ഒരു കടയൊക്കെ ഉണ്ട് അവിടെ. അതിലേക്ക് പോകും, ഇങ്ങനെ പോയി നോക്കൂ. അവിടെ വന്നിട്ടുണ്ടോ? കാറ് കണ്ടു. ഞാൻ കാറ് കണ്ടു, ഒരു വണ്ടി കണ്ടു. അപ്പൊ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി. ഇടക്കിടക്ക് അവിടെ കേറുമായിരുന്നു ജ്യൂസ് കുടിക്കാൻ വേണ്ടി. ജ്യൂസിനാണ് 250 300 രൂപ. വെറുതെ ആരെയിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് 200 രൂപ 300 രൂപയ്ക്ക് ജ്യൂസ് എടുത്തിട്ട് ജോഗ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ജോഗിങ് പോകും. ഇവിടെ ക്യൂൻസ് പാർക്ക് വേ ആണെങ്കിലും ഓരോ ഏരിയ ഞാൻ ഒരു ബൈക്ക് കൊണ്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ അതിലേക്ക് പോകുമായിരുന്നു. അപ്പം എനിക്ക് കൊച്ചി ഭയങ്കര എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ലൈഫ് ചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ വർക്കിന് കയറിയപ്പോഴത്തേക്കിനും എനിക്ക് വർക്ക് ഞാൻ HR ആയിട്ട് ജോലി ചെയ്ത് IT സെക്ടറിൽ നിന്നപ്പോഴാണ് എനിക്ക് മോഡലിംഗ് ഷൂട്ട്സ് ഫോട്ടോഷൂട്ട്സും അഡ്വർടൈസ്മെന്റ് കൂടുതൽ കിട്ടാൻ തുടങ്ങി.
അപ്പൊ എനിക്കത് ഫുള്ളി ചെയ്യാൻ പറ്റിയില്ല. കാരണം ലീവ് എടുത്ത് പോകുന്നു, അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും. പിന്നെ എനിക്ക് വേണമെങ്കിൽ അത് പ്രൊബേഷൻ കഴിഞ്ഞാൽ നല്ല സാലറി ആക്കും, നല്ല പേ കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, അപ്പൊ എന്നോട് വീട്ടിൽ പറഞ്ഞു നിന്റെ ഡിസിഷൻ എന്താ അത് എടുക്കുക, എനിക്ക് എന്നാലും ബിഗ് ബോസ് ട്രൈ ചെയ്യണം. അപ്പൊ അവിടെ ജോലി ചെയ്യുന്നതിന് വിചാരിച്ചു നീ ഒരു മോഡലല്ലേ, പിന്നെ എന്തിനാ വരുന്നത്, നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയത്തുള്ളൂ. അതുപോലെ ഇത് എപ്പോഴും കാണില്ല ഷൂട്ടൊക്കെ, സീസൺ അനുസരിച്ച് ചിലപ്പോൾ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോഴേക്കും ഉള്ളൂ, ബാക്കി സമയം ചുമ്മാ ഇരിക്കണം. അപ്പം ഒരു റിസ്ക് എടുത്തു, ജോലി നിർത്താം. എന്നിട്ട് ഞാൻ കുറച്ചു നേരം സ്റ്റേ ബാക്ക് ചെയ്തു ഇതിനു വേണ്ടി. പിന്നെ ഞാൻ വീട് റീസെന്റ് ആയിട്ട് കുറച്ച് മുമ്പ് അവിടെ ഇവിടുന്ന് ഒരു 1 hour ഉള്ളൂ, ഇപ്പൊ പോയി വരാം. ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലെ സെറ്റിൽ നിന്ന് പറയും, കള്ളം പറയും. കാരണം ഇവിടുത്തെ ആൾക്കാരെ പ്രിഫർ ചെയ്തു റൂം എടുത്തേക്കുമ്പോൾ അവർ ഇവിടുന്ന് എളുപ്പമുണ്ടല്ലോ. ഞാൻ കൊച്ചിയിലാന്ന് പറയും, ബട്ട് സ്റ്റിൽ എനിക്ക് വീട് 1 hour ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ബുള്ളറ്റ് ഉണ്ട് എനിക്ക്, ബൈക്കായിട്ട് ഇവിടെ തന്നെ വൈറ്റിലെ മെട്രോടെ കൊണ്ട് വിളിപ്പിച്ച് നോക്കും, ഇവിടുന്ന് ക്യാബ് എടുത്ത് പോകും. അതാണ് എന്റെ പരിപാടി. എനിക്ക് ഇവിടെ കൊച്ചിയാണ് ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവൻ എന്റെ ഓഡിഷൻ മറ്റേ ബിഗ് ബോസിന്റെ തന്നെ ഫൈനൽ ഓഡിഷൻ ഇവിടെ തന്നെ അല്ലായിരുന്നു. ശരിയാ, ഒക്കെ കൊച്ചിയാണ് പറഞ്ഞ പോലെ. ഇപ്പൊ ആ ഹൗസിനകത്ത് ഞാൻ നോക്കുമ്പോ ഒരുപാട് പേർക്ക് പപ്പ 50 lakhs കൊണ്ട് ഒരുപാട് പേർക്ക് പല പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കാണ് പ്രത്യേകിച്ച് ആവശ്യം. ഞാൻ എന്തിനാ 50 ലക്ഷം കൊണ്ട് അങ്ങനെ ഞാൻ ആലോചിച്ചു. പക്ഷെ അർജുനെ സംബന്ധിച്ച് അർജുന് എന്താ കൊറേ കടങ്ങള് തീർക്കാനുണ്ട്, ചെയ്തു വെച്ച എല്ലാവർക്കും ഉള്ള പോലൊക്കെ തന്നെ. എനിക്ക് ഭയങ്കര കടമൊന്നും പറയത്തില്ല, എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാവും ഓരോ. ഇപ്പൊ നിന്നോട് ചോദിച്ചാൽ ആർക്കാ പൈസക്ക് ആവശ്യമില്ല, എല്ലാവർക്കും പൈസക്ക് ആവശ്യമുണ്ട്. എനിക്ക് പേഴ്സണൽ എന്റെ എഡ്യൂക്കേഷൻ ലോണ്, പിന്നെ വീട്ടിലെ കുറച്ച് ഗോൾഡ് ലോൺസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ കേൾക്കുന്ന എന്റെ ലോൺ തന്നെ മാനേജർ കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം പൈസ അടച്ച് തീർക്കാം. അതെ, ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങുന്നതാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അതെ, ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടിയപ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇപ്പൊ അർജുൻ പ്ലാൻ ചെയ്ത പോലൊക്കെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ വന്ന് ചേരുന്നുണ്ട്. ഓഫ്കോഴ്സ്, ലൈക്ക് അത് ഒരു ഇയർ 2 ഇയറിലൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളൂ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവും, ടൈം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടും. ചിലർക്ക് ഈ ഓഡിഷനാണ്, ചിലർ ബിഗ് ബോസ് വേഗം കിട്ടിയില്ല, ഇങ്ങോട്ട് വിളിച്ചെന്നൊക്കെ ചിലർ സിമ്പിൾ ആയിട്ട്. അപ്പൊ എനിക്ക് സിമ്പിൾ അല്ലായിരുന്നു, എനിക്ക് കുറെ എഫേർട്ട്. അപ്പൊ എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെയാ ഓഡിഷൻ തന്നെ. അപ്പൊ നീ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയത്, ലൈക്ക് നീ 5-6 വർഷം അത് ട്രൈ ചെയ്തിട്ടാണ്. ഇത് മാത്രമല്ല, കുറെ ചിലർക്ക് പെട്ടെന്ന് നമുക്കിപ്പോ ഓരോരുത്തർ അംബിഷൻ. ഇപ്പൊ ഇത് ബിഗ് ബോസ് മാത്രമല്ല, കുറെ ലൈഫില് എല്ലാം ഇപ്പം എക്സാം എഴുതുന്നതാണെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാത്തിനും വേണ്ടി ഇപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് എഫേർട്ട് കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്നെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് കിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് വേണമെങ്കിൽ എന്റെ പഠിത്തം നോക്കി, ജോലി നോക്കി, ഫാമിലി ലൈഫ് മാത്രം നോക്കി പോകായിരുന്നു. പുറത്തേക്കൊക്കെ ദുബായിക്കും മാൾട്ടയിലൊക്കെ ജോലി അയച്ച് ഇപ്പോഴും കിടപ്പുണ്ട് എന്റെ ഫോണില്. അവിടെ ഹൗസ് കീപ്പിങ്ങിനൊക്കെ അയച്ച് എല്ലാ ശങ്കം വിസയൊക്കെ എടുത്തായിരുന്നു. അത് ലാസ്റ്റ് ഇയർ ആയിരുന്നു മാൾട്ടയില്. അതെല്ലാം പ്ലാൻ അപ്പോഴും ഞാൻ ആലോചിച്ചു, ഒരു ദിവസം ഇങ്ങനെ ആവോ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതിനോട് ഇത്രയും മെനക്കെട്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കൊല്ലം, അടുത്ത കൊല്ലം അപ്പം ടെൻഷൻ ആവും. ഇനി പിന്നെ ബിഗ് ബോസ് നോക്കില്ല, കാരണം ഇത്രയും ആയി, നമുക്ക് ഡിസേർവ് അല്ലെന്ന് വിചാരിക്കുക. ഈ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് അങ്ങ് ഹിറ്റായി അല്ലേ? ഓരോരുത്തർ ആൾക്കാരെ തലയിൽ വരയ്ക്കുന്നതെന്നൊക്കെ അവള് പറയില്ലേ, ആ സാധനം. ഇനി അർജുന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി അർജുൻ ആഗ്രഹിക്കുന്നു, ഇനി ഞാൻ നേടാൻ പോകുന്ന സാധനം ഇതായിരിക്കും. എനിക്ക് കുറച്ച് പ്ലേസസ് വിസിറ്റ് ചെയ്യണം. കേദർനാഥൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അവിടെ അഭിഷേകം പറഞ്ഞു കേദർനാഥിൽ പോകണം. ഈ കേദർനാഥ് അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ ഭയങ്കര സ്പിരിച്വൽ പേഴ്സൺ ആണ് ആക്ച്വലി. അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്ലേസിൽ പോയി അവിടെ ഓരോ സ്ഥലത്തും ദൈവം ഉണ്ടോ അങ്ങനെ അല്ല, അവിടെ ചെല്ലുമ്പോൾ ഒരു കംഫോർട്ട്, ഒരു പീസ്ഫുൾനെസ് കിട്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ പോയി കുറച്ച് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്ക് വർക്കലേക്ക് പോകണമെന്നുണ്ട്. എനിക്ക് ബീച്ച്, മൗണ്ടൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഇപ്പൊ അല്ലേ? ഒറ്റയ്ക്കാണ്. എനിക്ക് എന്നെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. എന്നെ എപ്പോഴും ഞാൻ സെൽഫ് ഗിഫ്റ്റ് ചെയ്യും, ഞാൻ തന്നെ മേടിച്ചിട്ട് പൊതിഞ്ഞിട്ട് എനിക്ക് തന്നെ തരും. ഞാൻ അങ്ങനത്തെ ഒരു അങ്ങനെ കുറച്ച് ശീലങ്ങൾ പറയും അർജുന്. ഞാൻ സെൽഫ് ഗിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇതില് വെക്കും. ഇതിനെ തന്നെ പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോ ആ പൈസ ആണല്ലോ. മിന്ത്രനൊക്കെ മേടിക്കുമ്പോ ക്യാപ്ഷൻ കൊടുക്കുക, നമുക്ക് ഗിഫ്റ്റ് അതുപോലെ എനിക്ക് എന്റെ എല്ലാ കാര്യം എന്നോട് തന്നെ ഷെയർ ചെയ്യാം. ഞാൻ ആ കണ്ണാടി നോക്കി സംസാരിക്കുന്ന നേരത്തെ വീട്ടിൽ ചെയ്യാറില്ലേ, കണ്ണാടി നോക്കി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് എന്നെ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണല്ലോ. ഞാൻ ഇത്ര എത്തിയത് എനിക്ക് എന്നെ തന്നെ ഹാപ്പി ആക്കണമെങ്കിൽ ഞാൻ തന്നെ എന്റെ കൂടെ തന്നെ പോയിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ കൂടെ പോയിട്ട് എന്നെ ഹാപ്പി ആക്കണം. എന്ത് തേങ്ങ നീ പറയണത്. പക്ഷെ അതാ
പ്രോസസ്സിൽ വരുന്ന ആൾക്കാർക്കാണ് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ബിഗ് ബോസിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും എന്താ ഇവര് അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ കണ്ട് ചിലപ്പോൾ ചിരിച്ചില്ല, ജാടയാണ്, അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ വിചാരിക്കണം. പക്ഷെ ഇതിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര, അതായത് 2 weeks ഞാൻ ചുമന്നിരിക്കാൻ ഓൾറെഡി ഹൗസിനകത്ത് ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ആകെ 2 weeks ആയിരുന്നു. പക്ഷെ എനിക്കും ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഇവര് 100 days അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പം ഒരുപാട് കാര്യങ്ങൾ ഇവരെ എന്താ പറയാ മാറ്റും. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്താന്ന് അർജുൻ പറയും. അങ്ങനെയല്ലടാ, നമുക്ക് ഇപ്പൊ വരുന്ന ഫീലിങ്സിലേക്ക് 100 days അതിനുള്ളിൽ നിന്ന് 100 days എനിക്ക് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ ഇപ്പൊ നിന്നെ കാണുമ്പോൾ എനിക്ക് കംഫർട്ട് തോന്നും. കാരണം അവിടുത്തെ ആൾക്കാരെ കാണുമ്പോഴാണ് കംഫർട്ട് തോന്നുന്നത്. എനിക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ വേറെ എല്ലാം പുതിയ ആൾക്കാർ, എനിക്ക് ഫാമിലിന്ന് വന്നപ്പോലും എനിക്ക് എന്തോ അറിയില്ല. ഇപ്പൊ നിന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നീ അവിടെ ഉണ്ടായിരുന്നല്ലോ, നിന്നെ അവിടെ കണ്ട പേഴ്സണല്ല ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പം ഇപ്പൊ അതിന്റെ ഇപ്പൊ സിജുവെ വിളിച്ചപ്പോഴേക്കും സിജുവെ വീഡിയോ കോൾ ചെയ്തപ്പോഴും എനിക്കൊരു ഹായ് അവനെ കണ്ടല്ലോ എന്നുള്ള സംഭവമാണ്. അത് ഇപ്പൊ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന, അതെനിക്കൊരു ഭയങ്കര ഇതാണ്. ഇനി ഇവരെ ഇനി കണ്ട അഡാപ്റ്റ് ആണ്. അത് ഇത്രയും വർഷം കണ്ടവരാണ്, ബട്ട് സ്റ്റിൽ ഇനി 3 മാസം അതിനകത്ത് വേറെ സ്വപ്നമൊന്നും വരില്ല. അതെന്താ അതിനകത്ത് ഒരു എനർജി ആണോ എനിക്ക് അറിയത്തില്ല. അത് കുറെ സ്റ്റഡി ചെയ്തിരിക്കുന്നു. അതെ, ഇനി അടുത്ത സ്റ്റഡി അതായിരിക്കും, എങ്ങനെ ഇത് നമ്മൾ ഡീകോഡ് ചെയ്യും എന്നുള്ള പരിപാടിയാണ്. അത് കൂടുതലായിട്ട് സായി കൃഷ്ണനോട് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാകും. അവനാണ് അവിടെ ഡീകോഡിങ്ങിന്റെ ആശാൻ. അവൻ പറയും അത് ഈ തുറന്നത് ഇതുകൊണ്ടാണ്, നമ്മൾ പറയാൻ കിടക്കണം, എനിക്ക് വയ്യ. കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഈ സീസൺ 6 തോന്നുന്നു എനിക്ക് ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് തല്ലുകൂടിയാലും പുറത്തേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും ആ ഒരു ടേക്ക് ഇറ്റ് ഈസി മാൻ എന്നുള്ള സാധനമായി. അതിനകത്ത് കഴിയും. നമ്മളിപ്പം ഗെയിമിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ടായാലും അത് കഴിഞ്ഞ നമുക്കൊരു ഫണ്ടുണ്ട് എല്ലാവരുമായിട്ട്, നമ്മുടെ ഏജിന്റെ ആയിരിക്കും. ഡാൻസ് നമ്മൾ ഡാൻസ് കളിച്ചൊക്കെ ഓർമ്മയില്ല. അതാണെങ്കിലും അതിന് ഓരോ മൊമെന്റ് അത് ഭയങ്കര വിറ്റായിരുന്നു. ഞാൻ കാണിച്ചതാ. അതല്ല അന്ന് ഇവൻ ചിരിച്ചില്ലാണ്ടായിട്ട് എന്റെ അത് കൊറേ പേര് കമന്റ് ഇട്ട് അർജുന ഇങ്ങനെ ചിരിച്ചിട്ട് കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ ഒന്നും കണ്ടു, കുറച്ച് കണ്ടല്ലോ. നമ്മിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അതെ അതെ, ആക്ച്വലി ഇപ്പൊ ഈ ടൈമിൽ ഫോണിൽ തന്നെ നമ്മൾ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ചുറ്റിലും പിന്നെ ഒന്നും സൗണ്ട് പ്രശ്നമാണ്, ആൾക്കാരുടേതായ പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും കേട്ടോ, എന്താ പറയാ, വന്നപ്പോ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാന്ന്. ഒന്നും പറ്റില്ല എനിക്ക്. എന്റെ വയറിനകത്ത് ഇപ്പം ഞാൻ ബിരിയാണി മേടിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ചെടുത്ത് കഴിച്ചെന്നല്ല വേറൊന്നും പറ്റില്ല. അതുമല്ല ആൾക്കാർ വന്നിട്ട് എടാ അത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നു ചോദിക്കുമ്പോ അതിങ്ങനല്ലായിരുന്നു, എന്തിനാണ് അങ്ങനെ സംസാരിച്ചേരം തോന്നി ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ അർജുൻ. ഓക്കെ, സമാധാനം, വീട്ടിൽ പോവാന്ന്. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ട് പോട്ടെ. ഇനി ഇപ്പൊ നമുക്ക് അറിഞ്ഞു നമ്മൾ ആ ഒരു സിനിമയിൽ പാർട്ടാവണമെന്നുള്ളത് അർജുന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്, സിനിമയിൽ ആക്ടർ ആവണമെന്ന്. സോ അതങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി നല്ല നല്ല പടകൾ കിട്ടട്ടെ. അർജുൻ ഇനി അടുത്ത ഒരു എന്താ പറയാ, ഒരു ബിൽ ബോർഡിലൊക്കെ കടന്നൊരു വലിയ ആളായി. എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ നിന്നോട് എന്താ പറഞ്ഞ ഫിനാലയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവര് ഫിനാലെ എപ്പിസോഡുകൾ ഇവൻ കണ്ടിട്ടില്ല. ഇവ ബിഗ് ബോസ് അരച്ച് കളിച്ച് കുടിച്ച ഒരാളാണെങ്കിലും ഫിനാലകൾ ഇവൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് കാണുന്ന എൻജോയ് ചെയ്യണം രസങ്ങൾ. അല്ല ഓരോരുത്തർ ഗെയിമിനെ പറ്റി ചിന്തിക്കും, പക്ഷെ അങ്ങനെ ബിഗ് ബോസ് കാണും. അല്ലാതെ അത് നമ്മൾ ഒരു പ്രേക്ഷക രീതിയിൽ എൻജോയ് ചെയ്യും. ചിലവർ ഗെയിം വിലയിരുത്തും, അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മൾ ഡീപ്പായിട്ട് അങ്ങനെ കയറി, കാരണം എനിക്ക് കയറാൻ വേണ്ടിയുള്ള ഇതിലേക്ക് അതിൽ കയറി അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ആ സംഭവമൊക്കെ ഉണ്ട്. എങ്ങനെ കയറാന്നുള്ള സംഭവം ഇപ്പൊ ഈ ബിഗ് ബോസ് പോയി കഴിഞ്ഞവർ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ കയറി നോക്കും. സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫിനാലെ ഒന്നും കണ്ടിട്ടില്ല. ഈ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് മോഡൽസിന് വർക്ക് ഷൂട്ടൊക്കെ ഇടുന്ന ടൈമാണ് ഈ സമയം. ആ ടൈമൊക്കെ ഫിനാലെ അങ്ങനെ കണ്ടിട്ടില്ലേ. ലാസ്റ്റ് കൈ വെക്കുന്നൊക്കെ ഓൾറെഡി നമുക്ക് അറിയാം. ഒരു 1 week ആ ടൈമൊക്കെ നമ്മൾ അറിയും ഇങ്ങനെ ആരൊക്കെയാ. അല്ലെങ്കിൽ ഈ പ്രാവശ്യം എല്ലാരും പറഞ്ഞു ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. നമുക്ക് കാരണം ഭയങ്കര വോട്ട് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തടാ ലാലേട്ടൻ വരും. ഒന്നാമത് ലാലേട്ടന്റെ ഒരു ഫാൻ ബോയ് ആണ് ഇരിക്കണത്. ഇവരാണ് ലാലേട്ടൻ വരും, കൈ പിടിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇത് പറഞ്ഞപ്പോ എന്നാ ഒന്ന് ഫസ്റ്റ് കിട്ടിയ കൊള്ളാം. ലാൽസാറിന്റെ കൈ പിടിച്ചു പോയിട്ട് എന്റെ ഒരു ഗാർഡിയനെ പോലെയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓരോ മൂവ്മെന്റ് മോനെ നോക്കി നടക്കുക, കാലഘട്ടത്തില് കൈ പിടിച്ചിട്ടൊരു പിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേജിൽ നിൽക്കാട്ടോ വിന്നറിന്റെ ഇത് പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പോ എന്താ ടെൻഷൻ, ഇവൻ ലാലേട്ടൻ പിടിച്ചിട്ട് എനിക്ക് വിന്നിങ് അത് ബോധമല്ല. ഞാൻ ആ ഗ്രാഫ് നോക്കിയേ ഇല്ല. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ഗ്രാഫ് എത്രയാന്ന്.
എല്ലാരും അങ്ങോട്ട് നോക്കിയും ഞാൻ മാത്രം നിങ്ങളെല്ലാം നോക്കി ഞാൻ ലാസർ അടുത്ത് നിന്നു. അതെനിക്കറിയാം യു ആർ ലൈക്ക് അത് എംബ്രേസ് ചെയ്യാറുന്നില്ല മൊമെന്റ്. എനിക്ക് ആ മൊമെന്റ് പുള്ളി കൈ പിടിച്ച് മൊമെന്റ് കൈ മുറുക്കൊരു പിടുത്തമുണ്ട്. ആ മൊമെന്റ് ആണ് എനിക്ക് ഇഷ്ടം. ഇഷ്ടമായത് കൂടെ നിൽക്കാൻ പറ്റി. എടുക്ക ടിഷ്യൂ പേപ്പർ കിട്ടിയോ? ക്രൂ അവർ അടിച്ചു മാറ്റുന്നു എനിക്ക് കാണുന്നില്ല. ലാലേട്ടൻ മറ്റേ പായസം കുടിച്ച് തുടച്ചൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. അതന്ന് അടിയായി. അർജുന്റെ കൈ തരില്ല അത് മിസ്സായി പാവം. ഓക്കെ എനിവേ സോ ഹാപ്പി. ഞങ്ങളുടെ അടിച്ച് പൊളിച്ച് പോണം. കുറച്ചു നേരമൊക്കെ ഒന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ബാക്ക് ടു എന്തൊക്കെ പരിപാടിന്നൊന്ന് പ്രോസസ് ചെയ്ത്. അതുകൊണ്ടാണ് ഗേൾസ് നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ വരാത്ത. നോക്കുമ്പോ വരും. ഓക്കേടാ അപ്പൊ ഹാപ്പി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ABCD ഈ ഒരു ഡ്രൈവ് ഇത്രയും സ്മൂത്ത് ആക്കി അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിക്ക് ഹാൻഡിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടല്ലേ പോയത്? നല്ല കാറും ഇതൊക്കെ തന്ന് സഹായിച്ച ഹാർമൻ മോട്ടോഴ്സിന് ഹാർമൻ മോട്ടോഴ്സിന് നന്ദി. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. Chennai Samartha Group of Institution, India's Gold Medal College, 25,000 students placed so far.